ഹലോ ഗൈസ്, എല്ലാവർക്കും മൂവി ബഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എമ്പുരാനെ കുറിച്ചിട്ടാണ്. എമ്പുരാന് എന്തുകൊണ്ടാണ് ഇത്രയധികം നെഗറ്റീവ് റിവ്യൂസും ഡീഗ്രേഡിങ്ങും ഒക്കെ നടക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എമ്പുരാന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂസ് വരുന്നത് FD പോസ്റ്റിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാത്തവർ തന്നെ നെഗറ്റീവായിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയധികം ഡീഗ്രേഡിങ് ഈ മൂവിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. എന്താണ് കാര്യം? എമ്പുരാന് ഇതിൽ കുറേ അധികം പൊളിറ്റിക്സ് സംസാരിക്കുന്ന മൂവി ആയതുകൊണ്ട് തന്നെ കുറേ അധികം പാർട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് എതിരെ നിൽക്കാനായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ കാണാത്തവരെല്ലാവരും ഭയങ്കര ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂവിക്ക് തുടങ്ങിയ പിന്നെ എന്താ പറയുക, കുറേ അധികം പോസിറ്റീവും നെഗറ്റീവ് റിവ്യൂസാണ് വന്നത്. ഫസ്റ്റ് ഷോയിൽ തന്നെ കയറിയവർ ഏകദേശം കേരളത്തിൽ തന്നെ കിട്ടിയത് 12 കോടിക്ക് അടുത്തായിരുന്നു. പക്ഷേ റിവ്യൂസ് വരുന്നത് ഏകദേശം 35 കോടിക്ക് ആയിരുന്നു. കേരള അത്ര ആൾക്കാരാണ് ഡീഗ്രേഡ് ചെയ്തത്. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ്, ഇതേപോലെ FD പോസ്റ്റിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് നടക്കുന്നത്. എന്തൊക്കെയാണ് ഇതിലത്തെ പ്രശ്നം? എനിക്ക് മൂവിനെ അധികം എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത് ഇതിലത്തെ പോരായ്മയായിട്ട് തോന്നിയത് ഇതിലത്തെ മ്യൂസിക്കും പിന്നെ ഇതിലത്തെ ഫൈറ്റ് സീക്വൻസാണ്. ഈ കണ്ട ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഫൈറ്റ് സീന് വളരെയധികം ബോറായിരുന്നു. പണ്ടത്തെ ഷൈലോക്ക് മൂവിയിലത്തെ ഫൈറ്റ് പോലത്തെ ഫൈറ്റൊക്കെ ആയിരുന്നു. ഇത്രയ്ക്കും വലിയ ഹൈ ബഡ്ജറ്റുള്ള മൂവിയിൽ അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഹൈപ്പുള്ള മൂവിക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ഒരു ഫൈറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു നല്ലൊരു അടിപൊളി ഫൈറ്റ് കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, പിന്നെ എമ്പുരാൻ നമ്മുടെ ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ലൂസിഫർ നമ്മൾ മനസ്സിലുണ്ടാക്കിയ ഓളം, ആ ഹാങ് ഓവറൊന്നും ഈ മൂവിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതിലത്തെ ഓരോ കാര്യങ്ങളും, അതിലത്തെ മാസ് ഡയലോഗാണെങ്കിലും നമ്മുടെ ലാലേട്ടൻ്റെ അടിപൊളി കടവുള പോലെ എൻ്റെ ഫൈറ്റ് സീനും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങളൊന്നും ഈ മൂവിക്ക് അതുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ടൊവിനോൻ്റെ എൻട്രിയും പിന്നെ ആ അടിപൊളി പ്രസംഗവും അതൊന്നും, പിന്നെ ഒരു അടിപൊളി മാസ് വില്ലൻ ബോബി ഡിയോളിൻ്റെ പോലത്തെ മാസ് വില്ലൻ ഉണ്ടായിട്ടില്ല. അതാണ് ഈ മൂവിയിലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. പിന്നെ ലാസ്റ്റത്തെ ക്ലൈമാക്സിലത്തെ ഖുറേഷി എബ്രാമിൻ്റെ എൻട്രി, അത് അന്ന് കണ്ടപ്പോൾ ഈ മൂവി ഖുറേഷി അബ്രാം ശരിക്കും അടിപൊളിയായിരിക്കും. പക്ഷെ ഖുറേഷി അബ്രാം നമ്മൾ വിചാരിച്ച പോലെ അത് പൃഥ്വിരാജിനോ അവർക്കൊന്നും റിസീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഈ മൂവിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ. പിന്നെ റൈറ്റർ മുരളി ഗോപിന്ന് എക്സ്പെക്റ്റ് ചെയ്ത പോലത്തെ ആളല്ല. എന്ത് പറ്റിയെന്നറിയില്ല. റൈറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് പ്രശ്നം, വീക്ക് സംഭവിച്ചു. ഇത്രയ്ക്കും അടിപൊളി റൈറ്റർ ലൂസിഫറിൽ ഇഷ്ടം പോലെ ലെയേഴ്സുള്ള മൂവിയായിരുന്നു ലൂസിഫർ. എത്ര വട്ടം കണ്ടാലും ഓരോരോ കാര്യങ്ങൾ അപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. എത്ര വട്ടം കാണുമ്പോഴും ഓരോ കാര്യങ്ങൾ നമ്മളതിന്ന് മനസ്സിലാക്കാൻ ചെയ്യുക. പക്ഷേ ഇത് കുറേ അധികം റീവാച്ച് ചെയ്യാനുള്ളൊരു മൂവിയായിട്ട് നമുക്ക് ആർക്കും തോന്നിയില്ല. ഒറ്റ വട്ടം കാണാം എന്ന് പറയുന്ന മൂവിയായിട്ടാണ് മാറിയത്. അപ്പോൾ എന്താണ് പറ്റിയത്? അതേപോലെ എമ്പുരാൻ ഈ പൃഥ്വിരാജ് ചെറിയ പടം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ നമ്മളത് സീരിയസ് ആക്കാനാണ് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, രാജുവേട്ടൻ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ലൂസിഫറിലൂടെ. അപ്പോൾ എമ്പുരാൻ നമ്മൾ അതിനേക്കാളും വലിയൊരു മികച്ച മൂവി ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ടീസർ ലോഞ്ചിലാണെങ്കിലും ട്രെയിലർ ലോഞ്ചൊക്കെ ആയപ്പോഴേക്കും ഈ മൂവി പാൻ ഇന്ത്യ മൂവി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓരോരോ രാജ്യത്ത് പോയി ഇൻ്റർവ്യൂ കൊടുക്കുകയും അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള എക്സ്പെക്റ്റേഷനും ഹൈപ്പും ഭയങ്കരമായിട്ട് കൂടി.
അങ്ങനെ കൂടി 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 പിന്നെ ആൾ സ്വന്തമായിട്ട് എമ്പുരാനെ പൊക്കി പറയുന്നു, ടൈലൻ്റ് അടിപൊളിയാണ്, മിസ്സാക്കരുത് അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെ എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ വരുവാണ്. പിന്നെ ഈ മൂവി ഭയങ്കരമായിട്ട് കണ്ടൻറ്റിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന മൂവിയായിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഓഡിയൻസിൻ്റെ മനസ്സിലുള്ള എക്സ്പെക്റ്റേഷൻ വളരെയധികം കൂടി. ഈ മൂവിക്ക് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജാതി, മതം, പിന്നെ പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിലാണ് ഈ സിനിമ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. നല്ലൊരു അടിപൊളി ബേസ് ലൂസിഫറിനുണ്ടായിരുന്നു, ഡ്രഗ്സും ബോബി ഡിയോളിൻ്റെ ക്യാരക്ടറും. ആ ഒരു ബേസ് ഈ എമ്പുരാൻ മൂവിക്ക് അത് കൊണ്ടുവരാൻ പറ്റിയില്ല. ഈ അഭിമന്യു സിംഗിൻ്റെ ക്യാരക്ടർ പൃഥ്വിരാജായിട്ടുള്ള റിവെഞ്ച് സ്റ്റോറി ആയിരുന്നു ക്ലൈമാക്സിൽ പറഞ്ഞു പോയത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക, അതിൻ്റെ പകരം ഈ ഖുറേഷി അബ്രഹാമിൻ്റെ ക്യാരക്ടറിന് ഒരു ഇമ്പാക്റ്റ് ഈ എമ്പുരാൻ മൂവിയിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ എമ്പുരാൻ മൂവിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി സീൻ എന്ന് പറയുകയാണെങ്കിൽ മറ്റേ ജംഗിൾ മൂവി ആയിരുന്നു. ജംഗിൾ പൊളി ശരിക്കും തിയേറ്റർ കുലുങ്ങിയൊരു സംഭവമായിരുന്നു ജംഗിൾ പൊളി. അതുപോലെ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളീൻ്റെ കാണും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തതും ഒക്കെ മറ്റേ ഖുറേഷി അബ്രഹാം ആയിരുന്നു. പിന്നെ വളരെയധികം സ്ക്രീൻ സ്പേസ് മോഹൻലാൽ സാറിന് വളരെയധികം കുറവായിരുന്നു. നമ്മുടെ ലാലേട്ടന് വളരെയധികം കുറവ് തന്നെയായിരുന്നു. ലൂസിഫറിൽ നോക്കുകയാണെങ്കിലും കുറവ് തന്നെയായിരുന്നു. 45 മിനിറ്റ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ സ്പേസ്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ ലൂസിഫറിലാണെങ്കിൽ ആ ഒരു ഓറ ഫീൽ ചെയ്യായിരുന്നു എപ്പോഴും. ഇത് ലാലേട്ടൻ തന്നെ പടമാണ്, ഇത് ലാലേട്ടൻ പൊളിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോ സീൻ കഴിയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ലാലേട്ടൻ ഈ സിനിമയിൽ വലിയൊരു സംഭവമാണെന്നൊക്കെ. ആ ഒരു സംഭവം ഈ എമ്പുരാനിലില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതൊക്കെയൊക്കെയോ ക്യാരക്ടേഴ്സാണ് ഇതിലിങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുക. പിന്നെ വെറുതെ ഓരോരോ രാജ്യങ്ങളും വെറുതെ ആവശ്യമില്ലാത്ത കുറേ സീൻസും ഉണ്ടായിരുന്നു. ഈ ഹെലികോപ്റ്റേഴ്സും കാര്യങ്ങളൊന്നും കണ്ടിട്ട് നമ്മളങ്ങനെ കൂടുതൽ ഞെട്ടാറുണ്ടായിരുന്നില്ല. പക്ഷേ ആ സീൻ ക്യാപ്ചർ ചെയ്ത രീതികളൊക്കെ വളരെയധികം അടിപൊളിയായിരുന്നു. നമ്മൾ ഈ സിനിമ കാണുന്നത് മേക്കിങ്ങിന് വേണ്ടിയിട്ടല്ല, അല്ലേ? എത്ര വലിയ കോടികൾ മുടക്കിയിട്ടാണെങ്കിലും സിനിമ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വിഷ്വലി ഭയങ്കര അടിപൊളിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമ എന്താണ്, എങ്ങനെയാണ് കഥ പറയുന്നത്, അതൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി എല്ലാവരും സിനിമ, എനിക്ക് ഈ മൂവി ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ വേറൊരു ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഗൈസ് എല്ലാവരും ടിക്കറ്റ് എടുത്ത് പോയി കാണാം. ഈ അടിപൊളി ദൂതങ്ങളൊക്കെ അടിച്ചു പൊളിക്കുക ഗൈസ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.